ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവവും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിസ്സിയോ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളുടെയും ആത്മീയ വരങ്ങളാലും ഭൗതിക നന്മകളാലും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിസ്സിയോ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏറ്റവും വലിയ ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിസ്സിയോ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുറത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും നീക്കുവാമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. യെരിഹോ മതിലുകൾ ഉയർന്നു നിന്നാൽ അതിൻ വലിപ്പം സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാം വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. ഒന്നിച്ചു നാം ആർപ്പിട്ടെന്നാം വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. അഗ്നിയിൽ വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്നേഹനാഥനായ ഈശോയെ, ഈ കൂട്ടായ്മയിലായിരിക്കാൻ അനുവദിച്ച കൃപയ്ക്കായി ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയിലുള്ള സമ്പൂർണ്ണ വിശ്വാസത്തെ പ്രഘോഷിക്കാനും ആ വിശ്വാസത്തിൽ ജീവിക്കുവാനുമാണല്ലോ അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാണല്ലോ ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വിശ്വാസ പ്രഘോഷണത്തിനായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന മിസ്സിയോ കൂട്ടായ്മയെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഗ്രൂപ്പിനെ മുഴുവനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. MC ആയിരിക്കുന്ന ബാജു മുട്ടത്തിനെയും കുടുംബത്തെയും സമർപ്പിക്കുന്നു.
വചനപ്രഘോഷണം നടത്തുന്ന മിനി ജോഷി, ടെസ്റ്റിമണി നടത്തുന്ന ഷാജി, സ്ലൈഡ് പ്രസന്റേഷൻ നടത്തുന്ന വത്സമ്മ ചേച്ചി എന്നിവരെ കുടുംബമായി സമർപ്പിക്കുന്നു. കൂട്ടായ്മയുടെ രക്ഷാധികാരിയായിരിക്കുന്ന ജോയി ആലപ്പാട്ട് പിതാവിനെ സമർപ്പിക്കുന്നു. മിസ്സിയോ കൂട്ടായ്മയുടെ നെടുന്തൂണായിരിക്കുന്ന ആലീസുകുട്ടി ചേച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാപന ആശീർവാദം നൽകുന്ന ജോസഫ് കൊച്ചുപറമ്പിൽ അച്ഛനെ സമർപ്പിക്കുന്നു. മിസ്സിയോയുടെ റിസോഴ്സ് പേഴ്സൺസ്, മെന്റേഴ്സ്, സബ് ഗ്രൂപ്പ് ലീഡേഴ്സ്, അംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും, ലോകം മുഴുവനുമുള്ള എല്ലാ മിസ്സിയോ അംഗങ്ങളെയും യേശുവിന്റെ അമൂല്യമായ രക്തം കൊണ്ട് കഴുകണമേ. വിശ്വാസത്തിൽ ജീവിക്കുവാനും പ്രഘോഷിക്കുവാനും അടുത്ത തലമുറയിലേക്ക് വിശ്വാസം കൈമാറുവാനും അടിയങ്ങളെ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന മിസ്സിയോ ടീം നയിക്കുന്ന കരിഗ്മ ഓൺലൈൻ കോഴ്സിന്റെ 14ാമത് ബാച്ചിന്റെ 5ാമത്തെ സെഷനിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ട എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ജപമാല പ്രാർത്ഥന നയിച്ച തോമസ് എയു ഫാമിലിയെയും, പ്രത്യേകിച്ച് പ്രാരംഭ ഗാനവും പ്രാർത്ഥനയിലൂടെയും നയിച്ച മിനു പൗലോസിനെയും നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹം, പാപാവസ്ഥ, യേശു രക്ഷകൻ എന്നീ നിത്യസത്യങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്തതിനു ശേഷം 4ാമത്തെ നിത്യസത്യമായ വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ സെഷനിൽ നാം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ പോകുന്നത്. ആദ്യമായി മിസ്സിയോ കുടുംബത്തിന്റെ മാർഗദർശിയും രക്ഷാധികാരിയുമായ അഭിവന്ദ്യ മാർ ജോയി ആലപ്പാട്ട് പിതാവിനെ ഏറെ സ്നേഹ ബഹുമാനത്തോടെയും പ്രാർത്ഥനയോടെയും മിസ്സിയോ കുടുംബത്തിലേക്കും ഇന്നത്തെ ഈ സെഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഈ കോഴ്സിന്റെ സാരഥിയും നമ്മുടെ മാർഗദർശിയുമായ ചേച്ചിയും ഇതിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആലിസ് കുട്ടി ചേച്ചിയെയും മറ്റ് റിസോഴ്സ് ടീം അംഗങ്ങളെയും മെന്റേഴ്സിനെയും മറ്റു ടെക്നിക്കൽ ടീം അംഗങ്ങളെയും എല്ലാ കോർഡിനേറ്റേഴ്സിനെയും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുകയും തീഷ്ണതയോടെ ഈ സെഷനിലെല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം മനുഷ്യന് സൗജന്യമായി നൽകുന്നതാണല്ലോ വിശ്വാസം. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 16-ാം അധ്യായത്തിലെ 31-ാം വചനത്തിലെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പൗലോസിനോടും സീലാസിനോടും തടവറയിലെ അത്ഭുതത്തിന്റെ ആ ഖണ്ഡികയിലെ ഭൃത്യന്മാരെ കാല് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അവർ അതിന് ഇപ്രകാരമാണ് മറുപടി പറയുന്നത്: നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. യേശുവിനെ അറിഞ്ഞ നാം ഈ വിശ്വാസ പ്രത്യുത്തരമാണ് നാം ഓരോരുത്തരും നൽകേണ്ടത്. വിശ്വാസ പ്രത്യുത്തര പ്രഘോഷണത്തിനായി മിനി ജോഷി സിസ്റ്ററിനെ സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനം 16:31 പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് വിശ്വാസവും മാനസാന്തരവും. ഈ വിശ്വാസ പ്രത്യുത്തരം നമ്മൾ ഏറ്റുപറയണം. ഈശോമിശിഹായിൽ ഈ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ ഈശോമിശിഹായിൽ വിശ്വസിച്ച് പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ഈശോയെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. റോമ 10:9 പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ദൈവത്തിന്റെ സൗജന്യ ദാനമായ യേശുവിന്റെ മരണവും ഉത്ഥാനവും പ്രഘോഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് വിശ്വാസവും മാനസാന്തരവും. റോമ 10:17 പറയുന്നു,
ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. റോമ 10:9 പറയുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു കുമ്പസാരം, പാപങ്ങളെ കുറിച്ച് അനുതപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തേണ്ടത് ആവശ്യമാണ്. നല്ലൊരു കുമ്പസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ്? നാം ദൈവത്തെ ഒരു പിതാവായിട്ട് കണക്കാക്കുന്നുണ്ടോ? ദൈവത്തെ രക്ഷകനും നാഥനുമായി നമുക്ക് സ്വീകരിക്കാൻ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മോട് തന്നെയുള്ള ബന്ധം, തന്നോട് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടോ നമുക്ക്? അതുപോലെ നമ്മുടെ സഹോദരങ്ങളോട്, മാതാപിതാക്കന്മാരോട്, അയൽവാസികളോട്, പ്രപഞ്ചത്തോട്, കാലാവസ്ഥയോട് എല്ലാം നമ്മൾക്കുള്ള ബന്ധം ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ കൂടുതൽ മഴ പെയ്യുമ്പോൾ നമ്മൾ പറയും എന്തൊരു മഴ, കൂടുതൽ വെയിൽ ആവുമ്പോൾ നമ്മൾ പറയും എന്തൊരു ചൂട്. ഇതെല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ, സ്വീകരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. പിന്നെ നല്ല കുമ്പസാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 കൽപ്പനകള്, തിരുസഭയുടെ കൽപ്പനകള്, മൂലപാപങ്ങൾ, ഇതിലൊക്കെ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. മൂലപാപങ്ങൾ എന്ന് പറയുമ്പോൾ അഹങ്കാരം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, അസൂയ, കൊതി, അസൂയ, മടി, ഇങ്ങനെ 7 മൂലപാപങ്ങളാണ്. ഇതൊക്കെ നമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. കാരണം വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. അത് നാം നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുമ്പസാരം. ഈശോ നമ്മളെ സ്നേഹിച്ചതുപോലെ നിരുപാധികം മറ്റുള്ളവരോട് ക്ഷമിച്ച്, പാപങ്ങളെ കുറിച്ച് നന്നായി അനുതപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തുമ്പോഴാണ് നമുക്ക് ഈ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ അപ്പൻ എനിക്ക് കുറച്ച് പണം ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത്, എനിക്ക് ആവശ്യം വരുമ്പോൾ ഞാനത് ബാങ്കിൽ ചെന്ന് എടുത്താൽ മാത്രമേ, ചെക്ക് എഴുതി എടുത്താൽ മാത്രമേ എനിക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നീട് അപ്പനോട് ചെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അന്നേരം അപ്പം പറയും, നിനക്കുള്ള തുക ഞാൻ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന്. അപ്പം അതുപോലെ ഈശോമിശിഹ സ്വർഗം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ഈ ചെക്ക് എഴുതി കൊടുക്കുന്നതാണ് കുമ്പസാരം, പ്രത്യുത്തരം. അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ രക്ഷ നമ്മുടേതാക്കി തീർക്കാൻ പറ്റുള്ളൂ. ഈശോ എല്ലാം ചെയ്ത് നമ്മുടെ പ്രത്യുത്തരത്തിനായി സ്വർഗം കാത്തിരിക്കുന്നു. ഈശോമിശിഹ എല്ലാം ചെയ്ത് കഴിഞ്ഞു, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞവരാണ്. പക്ഷെ നമ്മൾ ഈ ചെക്ക് എഴുതിയെടുക്കണം കുമ്പസാരം എന്ന കൂദാശയിലൂടെ. നമുക്കറിയാം, ശിഷ്യന്മാർക്ക് യേശു എല്ലാ അധികാരവും കൊടുക്കുകയാണ്. പാപങ്ങൾ മോചിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഒക്കെ അധികാരം കൊടുത്തു പറഞ്ഞിരിക്കും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പൗരോഹിത്യ അഭിഷേകത്തിലൂടെ പുരോഹിതർക്കാണ് ഈ പാപമോചനത്തിനുള്ള അഭിഷേകം നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ അറിയുന്ന അച്ഛനാന്നോർത്തുകൊണ്ട് നമ്മൾ പാപങ്ങൾ പറയാതിരിക്കുക. നമ്മൾ പാപങ്ങളെല്ലാം പൂർണ്ണമായി എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ്, അതല്ലേ വചനം പറയുന്നത്, നമ്മൾ പറയുന്ന പാപങ്ങൾ ആഴിയുടെ അഗാധത്തിലേക്ക് പോയി. പിന്നെ ദൈവം നമ്മൾ ഓർത്താലും ആ പാപം, തമ്പുരാൻ ആ പാപം ഓർക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു വിശുദ്ധീകരണം, നിന്റെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തിന്റെ മർത്തായോട് പറഞ്ഞ പോലെ ദൈവമഹത്വം നീ ദർശിക്കും, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് മർത്തായോട് ഈശോ പറയുന്നില്ലേ? അപ്പൊ അതുപോലെ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവന്റെ പാപമാണ്. തകർച്ചയിലേക്ക് അവനെ കടത്തിവിടുന്നത് അവന്റെ പാപമാണ് അവനെ എല്ലാ തകർച്ചയിലേക്കും അവനെ കടത്തിവിടുന്നത്. ഇന്നത്തെ മനുഷ്യന് ആവശ്യം പാപമോചനമാണ്. ഇത് കിട്ടാത്തത് കൊണ്ടാണ് അവന് സംതൃപ്തനാകാൻ സാധിക്കാത്തത്, ഈ രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കാത്തത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു ധ്യാനത്തിലൂടെ നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ രക്ഷ, ഈശോയുടെ ഈ സന്തോഷ സമാധാനമൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചത്. കൂദാശകൾ വഴിയാണ് നമുക്ക് വരപ്രസാദം ലഭിക്കുന്നത്. വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന,
ഇതിലൂടെയാണ് നമുക്ക് വരപ്രസാദം ലഭിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മള് ഈശോ പറഞ്ഞില്ലേ, സെന്റ് അഗസ്റ്റിൻ പറഞ്ഞതുപോലെ നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ദൈവ-മനുഷ്യ പങ്കാളിത്തം അങ്ങനെയാണ്. നമ്മള് നിന്ന് കൊടുത്താൽ മാത്രമേ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ രക്ഷ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ അനുദപിച്ച് നമ്മൾ എല്ലാവരോടും നിരുപാധികം ക്ഷമിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആകും. നമുക്ക് നല്ല ഈശോ നമുക്ക് നേടുന്ന ആ രക്ഷ, ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശുദ്ധീകരണം, നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം. അങ്ങനെ വിശുദ്ധീകരിച്ചു കഴിയുമ്പോൾ കുറെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, രോഗങ്ങളിൽ നിന്നുള്ള വിടുതല്, അതുപോലെ തിന്മയുടെ അടിമത്തിൽ നിന്നുള്ള വിടുതല് ഒക്കെ നമുക്കറിയാം. 2 പത്രോസ് 2:19 പറയുന്നു, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പം നമ്മൾ ഏതൊക്കെ മേഖലകളിലാണ് അടിമപ്പെട്ട് കിടക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് എടുക്കണം, പരിശോധിക്കണം. അങ്ങനെ നമ്മൾ ദൈവവാക്കിനാൽ തോൽപ്പിക്കപ്പെടേണ്ട മനുഷ്യൻ പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ട് കഴിയുന്നു. അവന് ആ സ്വാതന്ത്ര്യവും സന്തോഷവും ഒന്നും അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഈശോ മിശിഹാ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്തു വെച്ചിട്ട് നമ്മളത് അനുഭവിക്കണം, നമ്മളത് നമ്മുടേതാക്കി തീർക്കണം. അതൊരു ചെക്കെഴുത്താണ് ശരിക്കും കുമ്പസാരം എന്ന് പറയുന്നത്. വിശുദ്ധ കുമ്പസാരത്തിലൂടെ മാത്രമേ, വിശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ ഈ ആഴ്ച നമ്മൾ ഈ ഒരു കുമ്പസാരത്തിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കുമ്പസാരം നടത്തണം. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില് 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്കിത് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല, ഇതിനായിട്ട് ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണെന്ന് പൗലോസ്ലീഹ പറയുക. കാരണം ആ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ ലക്ഷ്യത്തിലേക്കാണ്. നമ്മളെല്ലാവരും സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഓടുന്നത്. അപ്പം സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് തുല്യമാണ്, ബലവാന്മാരാണ് അത് കൈക്കലാക്കുന്നത്. അപ്പൊ നമ്മള് ഈ പറഞ്ഞ ഈശോയുടെ രക്ഷ നമ്മൾ ഈ പറഞ്ഞ കുമ്പസാരത്തിലൂടെ നമുക്കിതൊന്നും കിട്ടിക്കഴിഞ്ഞിട്ടില്ല, നമ്മൾ അതിനുവേണ്ടി തീവ്രമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മളും ഒരു നല്ല കുമ്പസാരം നടത്താൻ ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന്, അതിനുള്ള കൃപയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ചേച്ചി. നാം കേൾക്കുകയായിരുന്നു, ദൈവത്തിന് ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞുവെന്നും നമ്മെ കൂടാതെ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിയില്ല എന്നൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. പ്രത്യുത നമുക്കെല്ലാവർക്കും ദൈവകൽപ്പന പാലിച്ചുകൊണ്ടും പാപമോചനം നടത്തിയും പ്രത്യേകിച്ച് നല്ലൊരു കുമ്പസാരത്തിലൂടെ ഈ ഒരു ആഴ്ച കടത്തിക്കൊണ്ടുപോകാനും നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. വചനം എങ്ങനെയാണ് ഓർക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം തന്റെ ഏകജാതനെ ലോകത്തെ സ്നേഹിക്കാൻ ദൈവം തന്റെ ഏകജാതനെ നൽകത്തക്ക വിധം ദൈവം അത്രമാത്രം സ്നേഹിച്ചു. നമ്മുടെ ജീവിതത്തെ ദൈവം രക്ഷിക്കാൻ ദൈവം നൽകിയ ഏകജാതനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും പാപമോചനത്തിനായി ഈ ഒരാഴ്ചയിൽ നമ്മളെ ജീവിതത്തെ വിട്ടുകൊടുക്കാനും ഓരോ ശ്രദ്ധിക്കാൻ പ്രത്യേകം നമുക്ക് പരിശ്രമിക്കാം. അടുത്തതായി ജീവിത സാക്ഷ്യത്തിലൂടെ നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഷാജി മുതലക്കോടം ബ്രദറിനെ പ്രത്യേകം പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാജി. ഞാൻ മുതലക്കോടം പള്ളിയിലെ കപ്പ്യാരാണ്. ഞാനും ഭാര്യയും, എനിക്ക് 8 കുഞ്ഞുങ്ങളാണുള്ളത്. സാധാരണ ഒരു ജീവിതാനുഭവം പോലെ തന്നെ നമ്മളൊക്കെ ഒരു ധ്യാനം കൂടുന്നത് തീർച്ചയായിട്ടും ഒരു പ്രത്യേക ദൈവാനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൗഖ്യം കിട്ടാനൊക്കെ ആയിട്ടായിരിക്കാം. പക്ഷെ ഞാൻ ധ്യാനം കൂടുമ്പോൾ അങ്ങനെ ചിന്തയൊന്നുമില്ലായിരുന്നു. വെറുതെ തമാശയ്ക്കാണ് ധ്യാനം കൂടിയത്. അങ്ങനെ ധ്യാനം കൂടുന്നു, 18-ാമത്തെ വയസ്സിൽ ധ്യാനം കൂടുന്നു. അതിനുശേഷം ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, മരിക്കുന്നെങ്കിലും അങ്ങനെ തന്നെ. അതിനായിട്ട് വളരെ സന്തോഷത്തോടെ മുമ്പോട്ട് പോയി. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ജപമാല പ്രാർത്ഥനകൾ മാത്രമാണ്. അങ്ങനെ ഒരു ദിവസം 40 മുതൽ 30 വരെ ജപമാലകൾ ചെല്ലും. ആരോടും അധികം സംസാരിക്കാറൊന്നുമില്ല. എപ്പോഴും ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം.
അങ്ങനെ ഞാൻ എൻ്റെ വീട് കാസർഗോഡായിരുന്നു. അവിടെ നേരെ തൊടുപുഴയ്ക്ക് ജോലിക്കായിട്ട് വരുന്നു. അവിടെ വെച്ച് രാവിലെ 300 മരം വെട്ടി അതിനുശേഷം ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കും. അങ്ങനെ വളരെ തീക്ഷ്ണതയോടെ പോകുന്നു. അനേകം ശുശ്രൂഷാ മേഖലകളിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ വിവാഹിതനാകുന്നു. വിവാഹം വളരെ ലളിതമായിട്ടും വളരെ സിമ്പിളായിട്ടും വിവാഹം നടക്കുന്നു. 2000 ഡിസംബർ 14 ആയിരുന്നു എൻ്റെ കല്യാണം. അത് ആകാശപ്രഭയുടെ കുറ്റിക്കൽസിന്റെ നേതൃത്വത്തിലുള്ള ആ സമൂഹത്തിലായിരുന്നു കല്യാണം നടന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ലളിതമായിട്ട് സീതനൊന്നും മേടിക്കാതെ അങ്ങനെ കല്യാണമൊക്കെ നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിവാഹത്തിലേക്ക് വരുന്നു. വളരെ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്ത് നടന്ന ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ കുടുംബജീവിതത്തില് വലിയ തകർച്ചകൾ ഫീൽ ചെയ്യുന്നു. എനിക്കുണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെടുന്നു. ഭാര്യ എന്നെ ഇട്ടേച്ചും പോയി, മക്കളെയും കൂട്ടിക്കൊണ്ടു പോയി. അങ്ങനെ വളരെ നിരാശയിലേക്ക്, വളരെ വിഷമത്തിലേക്ക് ഞാൻ മൂക്കുകുത്തി വീഴുകയാണ്. അപ്പൊ ഒരു ദിവസം ഞാൻ ഓർക്കുക, ഞാനിങ്ങനെ നെടിശാല പള്ളിയുടെ വാതിക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞായറാഴ്ച പള്ളി കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നു. ഞാൻ അവിടെ നടയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം തൊട്ടടുത്തുള്ള ചേട്ടൻ വിളിച്ചു പറയുന്നത്, ഒരു പ്രാർത്ഥനക്കാരൻ നിൽക്കുന്നു, അവന്റെ ഭാര്യ ഇട്ടച്ചും പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, എനിക്ക് ഈ ഭൂമി പിളർന്ന് ഒന്ന് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. എന്തുകൊണ്ടാണ് എന്നെ ഇത്രമാത്രം വേദനിപ്പിക്കുന്നത്? എന്തിനാണ് എന്നെ ഇത്രമാത്രം പരിഹസിക്കുന്നത്? ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് ഇത്രത്തോളം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തിനെന്നെ പരിഹസിക്കുന്നു? അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും എല്ലാം കയറി സഭയെ ഞാൻ വെറുത്ത്, എല്ലാ വൈദികരെയും സന്യസ്തരെയും ആത്മായ പ്രേക്ഷിതരെയും എല്ലാം ഞാൻ വെറുത്ത്, ജപമാല ഇല്ലാണ്ടായി, പ്രാർത്ഥന ഇല്ലാണ്ടായി. അവസാനം എനിക്ക് ദേവാലയത്തിൽ പോകണ്ട, കുരിശ് വരയ്ക്കേണ്ട, അങ്ങനെ എല്ലാത്തിനോടും വിമർശന ബുദ്ധിയോടെ ഞാൻ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഞാൻ ആദ്യ ഭാര്യ പോയി വേറെ കല്യാണം കഴിച്ചു. ഞാൻ വീണ്ടും രണ്ടാമത് ഒരു കല്യാണം കഴിക്കുന്നു. ആ വിവാഹത്തിന് ശേഷം അതിലാണ് എനിക്കിപ്പോൾ 6 മക്കളുള്ളത്. അപ്പൊ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇനി വലിയ വിശ്വാസമൊന്നും വേണ്ട, പ്രാർത്ഥന വേണ്ട, ആത്മീയത വേണ്ട, ഒന്നും വേണ്ട. അവസാനം ഞാനൊരു തീരുമാനം എടുക്കുക. ഇത്രയും കാലം ഞാൻ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. എല്ലാവരും എന്നെ വഞ്ചിച്ചു, എന്നെ പറ്റിച്ചു, എനിക്ക് ഒത്തിരി വേദന മാത്രം തന്നു. സ്വന്തം എന്ന് കരുതിയ ഭാര്യ പോലെ ഇട്ടച്ചും പോയി. അപ്പൊ ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, ഇതൊരു ജീവിതമില്ല. അതുകൊണ്ട് ഇനി മുതൽ സഭയ്ക്കെതിരെ അങ്ങ് നിന്നേക്കാം. അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്തു. സഭയ്ക്കെതിരെ പോകാനായിട്ടുള്ള തീരുമാനം പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ അതിനിടയ്ക്ക് രാത്രി കാലങ്ങളിൽ ഓട്ടോറിക്ഷ ഓടിക്കും, പകല് വീട്ടിലിരിക്കും. അങ്ങനെ ഈ രാത്രി മുഴുവൻ ചിന്ത ഇതാണ്, എങ്ങനെ സഭയെ ഒന്ന് നാണം കെടുത്താം, എങ്ങനെ പുരോഹിതർക്കെതിരെ സംസാരിക്കാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്ത് ഇപ്രകാരമാണ്, ഇനി മുതൽ ഒരു മൈക്ക് കെട്ടിവെച്ച് എനിക്കുണ്ടായിരുന്ന തിക്താനുഭവങ്ങളെല്ലാം മൈക്കിൽ കൂടി വിളിച്ചു പറയണം. അതായിരുന്നു എൻ്റെ ആഗ്രഹവും ചിന്തയും എല്ലാം. അങ്ങനെ ആഘോഷമായി അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. ഈ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരനോട് ഞാൻ ഷെയർ ചെയ്തു, സഹോദര, ഞാൻ ഇതിങ്ങനെ പറയും, തീർച്ചയായിട്ടും പറയാൻ തീരുമാനിച്ചിരിക്കുക. ഇനി എനിക്ക് ഒരു കാരണവശാലും ഇത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല, ഇതിനെതിരെ ഞാൻ പ്രവർത്തിക്കും. അപ്പൊ ആ മനുഷ്യനടുത്ത് പറഞ്ഞു, ഷാജി, നീ ഒരു കാര്യം ചെയ്യ്, ഒരു പ്രാവശ്യം കൂടെ നീ ഒന്ന് കുമ്പസാരിക്ക്. ഒറ്റ പ്രാവശ്യം കുമ്പസാരിച്ചിട്ട് നീ ഇതെല്ലാം സംസാരിച്ചു, ഇതെല്ലാം നീ പറഞ്ഞോ, ഒരു കുഴപ്പവുമില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കള്ളം പോയി മറ്റേ കള്ളനോട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒരു കള്ളം പോയി മറ്റേ കള്ളനോട് പറയേണ്ട കാര്യമില്ല. ഞാൻ ഇതിനെ വെറുക്കുന്നു, സഭയെ ഞാൻ വെറുക്കുന്നു, പുരോഹിതരെ ഞാൻ വെറുക്കുന്നു, ആത്മായരെ ഞാൻ വെറുക്കുന്നു. ഇവരൊന്നും ശരിയല്ല. കാരണം അത്രത്തോളം വേദനയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വളരെ ലാഘവത്തോടെ പറഞ്ഞു, ഇനി ഞാൻ സഭയ്ക്കെതിരെ. ഈ മനുഷ്യന്റെ വാക്ക് അവൻ എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവനോടുള്ള സ്നേഹത്തെ പ്രതി ഞാനൊരു തീരുമാനമെടുത്തു, ഒരു പ്രാവശ്യം ഒന്ന് കുമ്പസാരിച്ചേക്കാം, ഒറ്റ പ്രാവശ്യം. ഞാൻ പറഞ്ഞു, അതായത് നിനക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കുമ്പസാരിക്കും. അങ്ങനെ അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ കുമ്പസാരിക്കാനായിട്ട് തൊടുപുഴ അടുത്ത് ഡിവൈൻ മേഴ്സി ഷെയർ എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്റർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം.
അപ്പോ സിസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, അച്ഛൻ ഇപ്പൊ വരും. അപ്പം സിസ്റ്റർ അച്ഛനെ വിളിക്കാൻ വേണ്ടി ചെന്നു. അച്ഛനെ വിളിക്കാൻ അച്ഛൻ പറഞ്ഞു ആ ചേട്ടനോട് 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞ കലിപ്പ, കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലോ. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പുരോഹിതർക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. ഞാൻ എന്തായാലും വേണ്ടില്ല, ഈ വരുന്ന ആ ആൾക്ക് വേണ്ടി, ഒരു അച്ഛന് വേണ്ടി ഒരു കൊന്ത ചെല്ലാം, കാരണം കൊന്ത ചെല്ലി. അങ്ങനെ ഞാൻ അവിടെ കുത്തിയിരുന്നു. അച്ഛൻ വന്നു. അച്ഛൻ വന്ന് നിസ്സാരക്കൂട്ടിൽ കയറിയപ്പോ ഒരു കൊച്ചച്ഛനായിരുന്നു. എനിക്ക് ഉള്ളിൽ ചെറിയ സന്തോഷമൊക്കെ തോന്നി, കാരണം ഒതുക്കത്തിൽ 4 പറയാൻ പറ്റിയ ഒരവസ്ഥ. ഞാൻ നല്ല ഫസ്റ്റായിട്ട് അച്ഛനോട് പറഞ്ഞു, പല കാര്യങ്ങളും പറഞ്ഞു, ഉടക്കുണ്ടാക്കി. അച്ഛനുമായിട്ട് വലിയ രീതിയിൽ ഒരു കശപിശ. അച്ഛനൊന്നും വേണ്ടിയില്ല, എല്ലാം നിശബ്ദമായി അച്ഛൻ കേട്ടിരുന്നു. അവസാനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സന്തോഷം തോന്നി, കാരണം ഒതുക്കത്തിൽ ഒരു പുരോഹിതനോട് എനിക്ക് കുറച്ച് ചീത്ത വാക്കുകളൊക്കെ പറയാനായിട്ട് പറ്റിയല്ലോ. അവസാനം അച്ഛനോട് പറഞ്ഞു, ചേട്ടനെ എല്ലാവരും വേദനിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. സഭയിൽ പുരോഹിതരും അതുപോലെ തന്നെ അൽമായരും അങ്ങനെ മറ്റു പലരും അങ്ങനെ 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 എനിക്ക് തോന്നി. അപ്പോ എല്ലാവരും വേദനിപ്പിച്ചു എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ചേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായത്, അത് സൈക്കോളജിയാണ്. അതുകൊണ്ട് അതിന്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ആയിക്കോട്ടെ, അച്ഛന് സൈക്കോളജിയാണ്. ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. അച്ഛൻ പയ്യെ എണീറ്റിട്ട് പറഞ്ഞു, ചേട്ടാ ഞാന് ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ, ചേട്ടന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോ. ഞാൻ അച്ഛന് മുമ്പിൽ മുട്ടുകുത്തി. അച്ഛൻ 2 കൈകളും എൻ്റെ തലയിൽ വെച്ചു. തലയിൽ വെച്ച ശേഷം അച്ഛൻ എന്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ കരയാൻ തുടങ്ങി. ഒരു പ്രത്യേക ചങ്കിനകത്തുനിന്ന് ഒരു വലിയ അണുതാപം അങ്ങോട്ട് കയറി വന്നു. അങ്ങനെ കരഞ്ഞ് 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 ഞാൻ അച്ഛൻ്റെ കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് കൊണ്ട് ഞാൻ പാദങ്ങൾ കഴുകി. അവസാനം അവിടെ ഞാൻ ഏറ്റുപോയിരുന്നത് വലിയ സന്തോഷത്തോടെ, ഉണർവോടെ, വലിയ വിശുദ്ധിയോടെ എന്നൊക്കെ വേണേൽ പറയാം. ഭയങ്കര സന്തോഷവും. എനിക്ക് മനസ്സിലായി, എനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം, ഒരു ചേഞ്ച് ഒക്കെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരൊറ്റ കുമ്പസാരം. അച്ഛൻ ഒരു ഉപദേശം പോലും എനിക്ക് തന്നില്ല. 2 കാര്യങ്ങളാണ് അച്ഛൻ ചെയ്തത്. ഒന്ന്, എല്ലാവർക്കും വേണ്ടി എന്നോട് അച്ഛൻ മാപ്പ് ചോദിച്ചു. 2ാമത്തെ കാര്യം, അച്ഛന്റെ പരിശുദ്ധമായ കരം എൻ്റെ തലയിൽ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. ഞാൻ ഓർക്കുന്നു, അതിനുശേഷം ആ അച്ഛൻ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ ജീവിച്ചില്ല. അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലി ആയതാണ് ആ പുരോഹിതൻ എന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം ഞാൻ ദേവാലയത്തിലേക്ക് കയറി പോകുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലാണ്. കുറേ സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി സന്തോഷം നിറഞ്ഞു. അന്നെടുത്തൊരു തീരുമാനമുണ്ട്, ഇനിമേലിൽ ഞാൻ ഒരു പുരോഹിതന്റെ കുറ്റം ആരോടും പറയത്തില്ല. ഞാൻ പരിശുദ്ധ കുർബാന മുടങ്ങത്തില്ല. അതുകൊണ്ട് അന്ന് കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, കുർബാന മുടങ്ങാതിരിക്കാൻ എന്നെ ഒരു കപ്പ്യാരാക്കണം. ആ പ്രാർത്ഥന ഉത്തരമാണ്. ഞാൻ ഇന്ന് മുതലക്കോടം പള്ളിയിൽ നിൽക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടാതെ ഒന്നും കൂടെ ചേർത്തോട്ടെ, എൻ്റെ ആദ്യ ഭാര്യ എന്ന് പറയണത് വലിയ കൗൺസിലിങ്ങും വലിയ പ്രാർത്ഥനക്കാരിയും വലിയ ഭക്തിയൊക്കെ ആയിരുന്നു. എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഭക്തമാർഗവും പ്രാർത്ഥനയും എന്നൊക്കെ പറയണത് അത് ജീവിച്ച് കാണിക്കാതെ ഒന്നും നേടാനുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം അവരങ്ങനെയായിരുന്നു. വലിയ കൗൺസിലയും അനേകർ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ കൗൺസിലിംഗ് കൊടുത്ത ആളാ. പക്ഷെ എന്തുകൊണ്ടോ എന്നെ അംഗീകരിക്കാനും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കാനും ഒന്നും പറ്റില്ല. ഇവളെ ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ വീട്ടില് റോട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഒരു 9 അപ്പാപ്പന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാം ഞാൻ കൊണ്ടുവിട്ടു. എന്നിട്ടാണ് ശുശ്രൂഷ ചെയ്തൊക്കെ അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കുമ്പസാരം എന്നത് അത് ഒരുങ്ങി ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ ഞാൻ സ്വീകരിച്ചു എങ്കിൽ തീർച്ചയായിട്ടും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും. എനിക്കിപ്പോൾ എൻ്റെ കൂടെ എനിക്ക് 8 മക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ. 4 ആണും 4 പെണ്ണും. വളരെ സന്തോഷത്തോടെ ഞങ്ങളിപ്പം മുമ്പോട്ട് പോകുന്നു. 6 വർഷമായിട്ട് ഞാനിപ്പോൾ പള്ളിയിൽ കപ്പേരായിട്ട് സേവനം ചെയ്യുന്നു. ഒത്തിരി സന്തോഷമാണ്. ഞാൻ നമ്മുടെ കോഴ്സ് കൂടി ഈ ആഴ്ച ഈ 6 ദിവസം മുഴുവനും ഈ മുതലക്കോടത്തായിരുന്നു. മുതലക്കോടത്ത് കോഴ്സ് നടന്നു. പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് അതിൽ പങ്കാളിയാകാനും അവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റി. ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല കുമ്പസാരം നടത്തി ഈശോയെ സ്വീകരിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.
താങ്ക് യു ഷാജി ചേട്ടാ. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. സങ്കീർത്തനം 32:3 ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. വിശുദ്ധ കുർബാനയിലൂടെയും വിശുദ്ധ കുംഭസാരത്തിലൂടെയും ദൈവീക സ്നേഹത്തിലേക്ക് നിറയുവാൻ സാധിച്ച ഷാജി ചേട്ടന്റെ ടെസ്റ്റിമണി നമ്മൾ കേൾക്കുകയായിരുന്നു. സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഷാജി ചേട്ടന്റെ ജീവിതത്തെ നമുക്ക് ഓർക്കാം. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷനായി വത്സമ്മ ജോസഫ് ചേച്ചിയെ സ്നേഹത്തോടെ നമുക്ക് ക്ഷണിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നുപോയ മനുഷ്യവർഗത്തെ തിരികെ കൊണ്ടുവരാൻ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ രക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ രക്ഷ മനുഷ്യകുലത്തിന് നേടി തന്നു കഴിഞ്ഞതാണ്. ഈ രക്ഷ സ്വന്തമാക്കാൻ നമ്മൾ 2 വളരെ ലളിതമായ പ്രത്യുത്തരങ്ങൾ നൽകണം. വിശ്വാസ പ്രത്യുത്തരവും മാനസാന്തര പ്രത്യുത്തരവും. അതിൽ വിശ്വാസ പ്രത്യുത്തരം എങ്ങനെയാണ് നൽകാൻ നമുക്ക് സാധിക്കുകയെന്ന് നോക്കാം. നമ്മുടെ അമ്മമാര് നമുക്ക് ചോറ് ഒക്കെ നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ വിളിക്കും, മോനെ വന്ന് ചോറ് കഴിക്കുക എന്നൊക്കെ പറയും. അപ്പോഴേ വന്നില്ലെങ്കിൽ വന്ന് കഴിക്കുന്നവരെ വിളിച്ചുകൊണ്ടേയിരിക്കും, അല്ലെ? ഇതുപോലെ ഒരു സ്വർഗീയ ക്ഷണം ഈ രക്ഷ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ രക്ഷയെ കണ്ട ശിമയോൻ എന്ന മഹാത്മാവ് ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ കൊണ്ടുവന്ന സമയത്ത് ഉണ്ണീശോയെ കരങ്ങളിൽ എടുത്തുകൊണ്ട് പറയുകയാണ്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. വിശുദ്ധ ലൂക്ക 2:31 ഈ വചനം നമുക്ക് കാണാം. ഈ രക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതിനാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എന്നെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന് ശിമയോൻ എന്ന മഹാത്മാവ് പറയുന്നുണ്ട്. ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യുത്തരത്തിനായി ദൈവം കാത്തിരിക്കുകയാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ, നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. അതിനാൽ നമ്മുടെ പ്രത്യുത്തരം വളരെ വിലയേറിയതാണ്. നമ്മൾ ഈ പ്രത്യുത്തരത്തിന് തക്കതായ ഈ രക്ഷയ്ക്ക് തക്കതായ ഒരു പ്രത്യുത്തരം കൊടുക്കണം. അതാണ് വിശ്വാസം. എന്താണ് വിശ്വാസം എന്ന് നോക്കാം. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. തന്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിതമായ പ്രത്യുത്തരമാണ് വിശ്വാസമെന്ന് CCC 142 പാരഗ്രാഫിൽ പറയുന്നു. നമ്മുടെ പിതാവായ ദൈവം നമുക്കറിയാം, ആദിമാതാപിതാക്കളോടൊപ്പം ഏദൻ തോട്ടത്തിൽ ഉലാത്തിയിരുന്നതായി നമ്മൾ കണ്ടു. എന്നാൽ പാപം ചെയ്ത് അകന്നുപോയി. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടി ഇമ്മാനുവൽ എന്ന അർത്ഥമുള്ള യേശു ക്രിസ്തു അല്ലെ നമ്മുടെ ഇടയിൽ ഇന്നും ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ രക്ഷയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു സ്നേഹ സൗഹൃദത്തിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. വീണ്ടും വിശ്വാസം എന്നാൽ എന്താണെന്ന് CCC 143 പാരഗ്രാഫിൽ പറയുന്നു. കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് വിശ്വാസം. നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അറിവ് ആകുന്നതിനനുസരിച്ച്, ഈ രക്ഷയെക്കുറിച്ച് അറിയുന്നതിനനുസരിച്ച് നാം സ്വതന്ത്രമായ പ്രത്യുത്തരം നൽകണം. അതാണ് വിശ്വാസം. ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് ക്രൈസ്തവ ജീവിതം. ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തിന്റെ ശക്തി നമുക്ക് പല രീതിയിൽ വെളിപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സത്യങ്ങളോട് ചേർന്നുകൊണ്ട് അവന്റെ കരം പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. ഇനി എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപഘട്ടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടവരാണെന്നും നാം ഉറച്ചു വിശ്വസിക്കണം.
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യേശു രക്ഷകൻ എന്ന ആ ഒരു സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ ബോധ്യം നമുക്ക് ലഭിച്ചതാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു നമുക്ക് രക്ഷ നേടി തന്നു കഴിഞ്ഞു. നമ്മുടെ പ്രൊക്ലമേഷൻ നടത്തിയപ്പോൾ മിനി ഈ കാര്യം വളരെ വ്യക്തമായി നമ്മോട് പറയുകയും ചെയ്തു. ഇനി വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആരെങ്കിലും പറഞ്ഞാലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. കേട്ടെങ്കിൽ മാത്രമേ വിശ്വാസം നമ്മളിൽ ജനിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഉന്നതങ്ങളിൽ നിന്നും ശക്തി സ്വീകരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ പത്രോസ് ശ്ലീഹായും അതുപോലെ മറ്റ് അപ്പസ്തോലന്മാരും സധൈര്യം പ്രസംഗിച്ചു, നിങ്ങൾ കുരിശിൽ തറച്ച യേശു ക്രിസ്തുവിനെ ദൈവം കർത്താവും രക്ഷകനുമായി ഉയർത്തി. ഇത് കേട്ടപ്പോൾ, ഈ പ്രസംഗം കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന സഹോദരന്മാർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് മറ്റു അപ്പസ്തോലന്മാരോടും ചോദിക്കുകയാണ്, സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവര് കേട്ടപ്പോൾ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ അവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ പത്രോസ് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുമെന്ന് പത്രോസ് ശ്ലീഹ പറയുന്നു. മനുഷ്യകുലം പാപത്തിൽ മരിച്ചവർ, എന്നാൽ യേശുക്രിസ്തു പാപത്തിന് മരിച്ചവർ. മനുഷ്യർ ഓരോ മനുഷ്യനും അവന്റെ പാപത്തിൽ മരിച്ചു കഴിഞ്ഞു. എന്നാൽ യേശുക്രിസ്തു പാപത്തിനു വേണ്ടി നമുക്ക് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? റോമൻസ് ചാപ്റ്റർ 6:3 പറയുന്നു. അതായത് നമ്മൾ ജ്ഞാനസ്നാന ജലത്തിൽ നമ്മൾ മുങ്ങുമ്പോൾ നമ്മുടെ പാപങ്ങളോട് കൂടിയാണ്, നമ്മുടെ പാപാവസ്ഥയോട് കൂടിയാണ് നമ്മൾ മുങ്ങുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം അതോടൊപ്പം മരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തോട് ഐക്യപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങൾ നമ്മൾ വീണ്ടും ജലത്തിൽ നിന്ന് ഉയരുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഇല്ലാതെ പുതിയ സൃഷ്ടിയായി നാം മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. മനുഷ്യകുലം പാപത്തിൽ മരിച്ചു, അതുകൊണ്ട് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. പാപത്തെ മരിച്ചവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതാണ് അനുതാപം. നമ്മൾ ഈ പാപത്തിൽ നമ്മൾ മരിച്ചെന്ന് വിശ്വസിക്കുന്നതാണ് അനുതാപം. യേശുവിനോടൊപ്പം നമ്മൾ പാപത്തിൽ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു, അവനോടൊപ്പം മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം അവനോടുകൂടി മരിച്ചു, പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ നമ്മിലെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു മാറ്റി. ഞാൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയ കാര്യം ഓർത്തപ്പോൾ സെയിന്റ് അഗസ്റ്റിനെ ഓർക്കുകയാണ്. സെയിന്റ് അഗസ്റ്റിൻ താൻ യേശുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം തന്നോടുകൂടി പാപം ചെയ്ത സ്ത്രീയെ വഴിയിലൂടെ കടന്നു പോയപ്പോൾ അവൾ വിളിക്കുകയാണ്, അഗസ്റ്റിൻ അഗസ്റ്റിൻ എന്ന് വിളിച്ചു. അപ്പോ അഗസ്റ്റിൻ പറയുകയാണ്, നിനക്ക് പരിചയമുള്ള അഗസ്റ്റിൻ മരിച്ചുപോയി, അത് ഇപ്പോൾ നീ കാണുന്ന അഗസ്റ്റിൻ പുതിയ അഗസ്റ്റിൻ ആണെന്ന് പറയാണ്. പഴയ അഗസ്റ്റിൻ മാറിപ്പോയി, അവൻ പുതിയ ജീവിതം, പുതിയ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞെന്നാ പറയാം. നമ്മള് യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ മരിക്കുകയാണ്. ആ കുരിശിന്റെ മറുഭാഗത്ത് നമ്മളും ക്രൂശിക്കപ്പെടുകയാണ്. I have been crucified with Christ and I no longer live, but Christ lives in me. ഞാൻ യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ഗലാത്യൻസ് 2-ാം അധ്യായത്തില് നാം ഇപ്രകാരം കാണുന്നു, അവനോടൊപ്പം നാം മരിച്ചു എന്ന് നാം വിശ്വസിക്കുക. നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം. പാപം ചെയ്തു, നമ്മുടെ പാപങ്ങളെല്ലാം അവനോടുകൂടി ക്രൂശിച്ചു, പാപാവസ്ഥയിലായിരിക്കുന്ന നമ്മള് അവനോടുകൂടി നമ്മളും ക്രൂശിക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അനുതാപം എന്ന് പറയുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു.
നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ അവനോടുകൂടി ജീവിക്കുമെന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഇത് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നു. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. റോമ 6:5 പറയുന്നു. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തോടെ നമ്മൾ ഐക്യപ്പെട്ടു എങ്കിൽ മാത്രമേ അവന്റെ പുനരുത്ഥാനത്തിനോടും നമുക്ക് ഐക്യപ്പെടാൻ പറ്റുകയുള്ളൂ. അവനോടൊപ്പം മരിച്ചാൽ മാത്രമേ അവനോടൊപ്പം ഉയർപ്പിക്കപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് സാരം. ഇത് വിശ്വസിക്കുന്നവർക്ക് പാവങ്ങളെ ഓർത്ത് അനുദപിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ അവനോടുകൂടി മരിച്ചെന്ന് നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ അവനോടുകൂടി ഉയർക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള അനുതാപത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അനുദപിക്കാതിരിക്കാൻ പറ്റുമോ? ഉയർപ്പിക്കപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ, അല്ലെ? യേശു നമുക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു കഴിഞ്ഞതാണ്. അനുരഞ്ജനം നേടിത്തന്നു, അല്ലെ? യേശു അനുരഞ്ജനം നേടിത്തന്നപ്പോൾ അതിന് പകരമായി നാം എന്താണ് ചെയ്യുന്നത്? നാം എല്ലാവരോടും അനുരഞ്ജനത്തിലാവണം, അല്ലെ? ദൈവത്തോട് അനുരഞ്ജനത്തിലാവണം. അതുപോലെ മനുഷ്യരോട്, മറ്റ് സഹജീവികളോട്, കാലാവസ്ഥയ്ക്കെതിരെ നമ്മൾ പിറുപിറുക്കുന്നുണ്ടോ? ചൂട്, തണുപ്പ്, ഇതെന്തൊരു ചൂടാ, നാശം എന്നൊക്കെ പറയുന്നുണ്ടോ, അല്ലെ? നമ്മൾ അനുരഞ്ജനപ്പെടണം കാലാവസ്ഥയോട്. നമ്മുടെ സഭാ സംവിധാനങ്ങളോട്, സഭയ്ക്ക് എതിരായിട്ട് ഇപ്പൊ നമ്മുടെ ഷാജി സാക്ഷ്യത്തിൽ പറഞ്ഞു, അല്ലെ? സഭയോടൊരു എതിർപ്പ് തോന്നി. അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളത് സഭയോട് അനുരഞ്ജനത്തിലാവാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മളെ ഉപദ്രവിക്കുന്നവരോട് നമ്മൾ അനുരഞ്ജനത്തിലാവണം. വീണ്ടും യേശു നമുക്ക് പാപപരിഹാരം നേടിത്തന്നു. നമ്മുടെ പാപങ്ങൾ യേശു പാപപരിഹാരം നേടിത്തന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾ അവൻ വിട്ടുകൊടുക്കണം. നമ്മൾ ഓരോ പാപങ്ങളും ഓർത്തെടുത്ത് അവയെ ക്രമമായി ഓർക്കുകയും ഓരോന്നായി ഏറ്റുപറയുകയും ചെയ്യണം. ഏറ്റുപറയുന്നത് പാപമോചന അധികാരം കൊടുത്ത് വൈദികനോട് നാം ഏറ്റുപറയുന്നതാണ്. ഏറ്റുപറഞ്ഞ് എങ്കിൽ മാത്രമേ അതിന് മോചനം ലഭിക്കുകയുള്ളൂ എന്ന് നാം വിശ്വസിക്കണം. നമ്മൾ കൊടുക്കുന്ന പാപങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. അതുപോലെ യേശു നമുക്ക് നീതീകരണം നേടിത്തന്നു. ഈ നീതീകരണം നേടിത്തന്നത് മൂലം നാം സകല പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. അതുപോലെ നമ്മുടെ കുറ്റബോധത്തിൽ നിന്ന്, അധമചിന്തകളിൽ നിന്ന്, സകല വിധത്തിലുള്ള ശാപങ്ങളിൽ നിന്ന്, ഭയത്തിൽ നിന്ന് എല്ലാം നമുക്ക് അവൻ മോചനം നേടിത്തന്നിരിക്കുന്നു, നീതീകരണം നേടിത്തന്നിരിക്കുന്നു. അതുപോലെ വീണ്ടും നമുക്ക് അവൻ യേശുക്രിസ്തു സ്വാതന്ത്ര്യം നേടിത്തന്നു കഴിഞ്ഞു. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി. ആ ഒരു പാപത്തിന്റെ പിടിയിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെട്ട് സ്വതന്ത്രരായിരിക്കുന്നു. പാപഭാരത്തിൽ നിന്നും അതുപോലെ ലോകത്തിന്റെ ആകർഷണത്തിൽ നിന്നും അതിന്റെ ബന്ധനങ്ങളിൽ നിന്നും എല്ലാം നാം മോചിതരായിരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞു. അതുപോലെ നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. അതുകൊണ്ട് ഞാൻ പാപിയാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്നതാണ് ശരിക്കും അനുതാപം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, പാപിയാണെന്ന് അഡ്മിറ്റ് ചെയ്യുക ധൂർത്തപുത്രൻ ചെയ്തതുപോലെ, എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9 ഇപ്രകാരം നാം വായിക്കുന്നു. ധൂർത്തപുത്രൻ 15:18 അവൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും, ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങയുടെ മുൻപിൽ ഞാൻ പാപം ചെയ്തു. പാപിയാണെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സകല പാവങ്ങളും മറന്ന് പിതാവ് അവനെ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ ആത്മശോധനയ്ക്കായി നമ്മുടെ ബന്ധങ്ങൾ പരിശോധിക്കണം. അതുപോലെ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അതുപോലെ തന്നോട് തന്നെയുള്ള ബന്ധം, നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമുക്ക് അംഗീകരിക്കാനും, നമ്മളെ ഈ രീതിയിൽ സൃഷ്ടിച്ചതിനൊക്കെ നമ്മൾ ചിലപ്പോൾ മരിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, അല്ലെ? തന്നോട് തന്നെ രമ്യപ്പെടാതെ നമുക്ക് നമ്മുടെ സഹജീവികളോടോ സഹോദരങ്ങളോടോ ദൈവത്തോടോ ഒന്നും രമ്യപ്പെടാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ പ്രപഞ്ചത്തോട്, മറ്റുള്ളവരോട്, അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ സ്വന്തക്കാരോട്, സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ നല്ല ബന്ധത്തിലാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. അതുപോലെ വീണ്ടും ആത്മശോധനയ്ക്കായി ദൈവകൽപ്പനകള് 10 കൽപ്പനകൾ നമ്മൾ
ഓരോന്നും നമ്മൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുക. ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും എന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള 10 കൽപ്പനകൾ ഓർക്കുക. അതുപോലെ തിരുസഭയുടെ കൽപ്പനകൾ ഓരോന്ന് എടുത്തു വെച്ച് നമ്മൾ ആത്മശോധന ചെയ്യുക. മൂലപാപങ്ങൾ ആണ് നമ്മളെ മറ്റു പാപങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈ മൂലപാപങ്ങൾ എടുത്തു പറഞ്ഞ് അതിൽ നിന്ന് മോചനം നേടിയെങ്കിലേ മറ്റു പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതാവസ്ഥയോട് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതാവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഓരോ സ്ഥാനത്തിനനുസരിച്ച് നമുക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ജോലി മേഖലയിൽ ഈ ഉത്തരവാദിത്തങ്ങളോടൊക്കെ നമുക്ക് കൂറ് പുലർത്താൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മളൊന്ന് ആത്മശോധനയ്ക്കായി വിട്ടുകൊടുക്കുക. അതുപോലെ അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുക. അതുപോലെ നല്ല കുമ്പസാരം നടത്തുക. ഇപ്പൊ നല്ല കുമ്പസാരം നടത്തിയത് മൂലം നമ്മളോട് മിനി ജോഷി പറയുകയുണ്ടായി കുമ്പസാരത്തിന്റെ ആവശ്യകതയെ പറ്റി. അതുപോലെ ഷാജി കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ, സാക്ഷ്യം പറഞ്ഞ ഷാജിയിൽ കുമ്പസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഭാരം ഒഴിവായി സ്വതന്ത്രനായ പോലെ നമ്മളോട് പറഞ്ഞു അല്ലെ. അതുപോലെ നല്ല കുമ്പസാരം നടത്തുക, എല്ലാ കടങ്ങളും എഴുതി തള്ളുക. അതായത് എല്ലാത്തിനോടും നിരുപാധികം ക്ഷമിക്കുക. എത്ര വലിയ തെറ്റ് നമ്മളോട് ചെയ്തവരാണെങ്കിലും യേശുക്രിസ്തുവിനെ ഒന്ന് ഓർത്തു നോക്കിക്കേ. കുരിശിൽ കിടന്നുകൊണ്ട് യേശുക്രിസ്തു പ്രാർത്ഥിച്ചത് എന്താണ്? ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഒരു പ്രാർത്ഥന ഉയരണം നമ്മുടെ ഉള്ളിലും. അതുപോലെ വിശ്വസിച്ച് രക്ഷയിലേക്ക് വന്നാൽ, വിശ്വസിച്ചാൽ നമ്മൾ രക്ഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:9 പറയുന്നു, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ വിശ്വാസം പറയുമ്പോഴാണ് നമുക്ക് രക്ഷ കൈവരിക്കാൻ സാധിക്കുന്നത്. അതുപോലെ വിശ്വസിച്ച് ദൈവ മക്കളാകാൻ നമുക്ക് കഴിയും. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12 പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവാനുള്ള വലിയ കൃപ, വലിയ കഴിവ് അവൻ നൽകുകയാണ്. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വിശുദ്ധിയിലേക്ക് വരുന്നു. നമുക്ക് ദൈവമക്കളായി വീണ്ടും നഷ്ടപ്പെട്ടു പോയ പ്രസാദകരവും ദൈവമക്കളുടെ സ്ഥാനവും നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ വിശ്വസിച്ച് നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇവിടെ വചനം പറയുന്നു, യോഹന്നാൻ 3:16 പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ ഒരു ബലിയായി നമ്മളിലേക്ക് അയച്ചത് നമ്മൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ്. വിശ്വാസത്തിന്റെ പ്രതിഫലം എന്താണെന്ന് നോക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. നിത്യജീവനാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. വിശ്വാസത്തിന്റെ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ യേശുക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട നല്ല കള്ളൻ. ആ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ നീ ഇന്ന് എന്നോടുകൂടി പർദീസയിലായിരിക്കും എന്നുള്ള വലിയ വാഗ്ദാനം നേടാൻ അവൻ സാധിച്ചു. ഞാൻ പാപിയാണ്, ഇവൻ നീതിമാനാണെന്ന് പറഞ്ഞു. എന്നാൽ നീ ഇന്ന് നിന്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് ആ നല്ല കള്ളൻ പറഞ്ഞ് തന്റെ അന്തിമ നിമിഷത്തിൽ അവൻ രക്ഷ പ്രാപിക്കാനായിട്ട് സാധിച്ചു. അതാണ് വിശ്വസിക്കുമ്പോൾ സ്വർഗം നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് ഇതിലൂടെ നമുക്ക് ക്രിസ്തു തരുന്നത്. അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് ഏറ്റുപറയുവാനും അവന്റെ നാമത്തിൽ പാപം വിമോചനം നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് നല്ല കുമ്പസാരം നടത്തി സഭ കൃപയുടെ ഭണ്ഡാരമാണ്. അതുകൊണ്ട് നമുക്ക് സഭയില് പാപമോചനാധികാരമുള്ള വൈദികരോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവന്റെ കരം പിടിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. റോമാക്കാർക്ക് എഴുതിയുള്ള ലേഖനത്തിലെ 10-ാം അധ്യായത്തിലെ 9-ാം തിരുവചനം ഇപ്രകാരം പറയുകയായിരുന്നു, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവിന്റെ വചനത്തിലൂടെ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു.
ഈ വിശ്വാസ പ്രത്യുത്വത്തിന്റെ സ്ലൈഡ് ഷോയിലൂടെ നമ്മളെ നയിച്ചു കൊണ്ടുപോയ വത്സമ്മ ചേച്ചിയെ സ്നേഹത്തോടെ ഓർക്കാം. നമുക്ക് കുറച്ച് അനൗൺസ്മെന്റിലൂടെ കടന്നു പോകാം. മിസിയോ ഗ്രൂപ്പുകളിൽ ഒരു വിധത്തിലുമുള്ള പണമിടപാടുകൾ പ്രോത്സാഹിക്കപ്പെടുന്നില്ല എന്ന കാര്യം സ്നേഹപൂർവം അറിയിക്കുന്നു. അപ്രകാരം സമീപിക്കുന്നവരോട് ജാഗ്രത പുലർത്തേണ്ടതുമാണ്. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദ ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചുവെന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയാണോ അത്രമാത്രം ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയും എന്ന കാര്യം ഓർക്കുമല്ലോ. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസുകൾ മാത്രമുള്ളതാണ്. ഏകദേശം 32 ക്ലാസുകളുള്ള ഫുൾ മിസിയോ കോഴ്സ് ഓഗസ്റ്റ് 18 മുതൽ 23 വരെ മിസിയോ ഭവനിൽ വെച്ച് താമസിച്ചുള്ള കോഴ്സായി നടത്തുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. തൊടുപുഴ മുതലക്കോടം ഫൊറാന ദേവാലയത്തിൽ വെച്ച് മിസിയോ ടീം നയിച്ച ഫുൾ മിസിയോ കോഴ്സ് കരിഗ്മ ഇന്ന് 5:30 വളരെ അനുഗ്രഹപ്രദമായി പര്യവസാനിച്ചു. പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. മിസിയോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിലിരുന്ന് ഭാരത മിഷനു വേണ്ടിയും ലോക സുവിശേഷവൽക്കരണത്തിനും പ്രാർത്ഥിക്കാൻ തയ്യാറായുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. സമയങ്ങളിലെ നമ്മുടെ വൈൻഡപ്പ് സെഷനിലേക്ക് നമ്മുടെ ആലിസ് കുട്ടി ചേച്ചിയെ നമുക്ക് സാദരപൂർവ്വം ക്ഷണിക്കാം. നമ്മുടെ തന്നെ മിസിയോ കുടുംബത്തിന്റെ അമ്മയും മാർഗദർശിയും ജീവനാടിയും നമുക്കെല്ലാവർക്കും അറിയാം. അനേകം മിനിസ്ട്രികളിലെ അതിൻ്റെയൊക്കെ തുടക്കകാലങ്ങളിൽ ബാക്ക് ബോണായി പ്രവർത്തിക്കുകയും അനേകം മിഷണറിമാരെ വാർത്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ആലിസ് കുട്ടി ചേച്ചി. ആലിസ് കുട്ടി ചേച്ചിയുടെ സ്നേഹ ആശംസകൾക്ക് വൈൻഡപ്പ് സെഷനും വേണ്ടിയും പ്രത്യേകം സ്നേഹത്തോടെയും പ്രാർത്ഥനയും ക്ഷണിക്കുന്നു. താങ്ക് യു ബാജു. ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കിന്ന് സ്വാഗത സന്ദേശവും ആശീർവാദവും ഒക്കെ തരാനായിട്ട് ജോസഫ് കൊച്ചുപറമ്പിലച്ഛൻ നമ്മോട് കൂടിയുണ്ട്. ഒത്തിരി സന്തോഷം. നമ്മള് കണ്ടു ഇന്ന് മിനി ജോഷിയുടെ പ്രൊക്ലമേഷനും ഷാജിയുടെ ടെസ്റ്റിമണിയും വത്സമ്മയുടെ പ്രസന്റേഷനും എല്ലാം നമുക്ക് ഇന്ന് ആ ഒരു യേശുവിലൂടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഈശോയിലൂടെ നമുക്ക് കൈവന്ന ആ രക്ഷയോടുള്ള ഇന്നത്തെ നമ്മുടെ പ്രത്യുത്തരം എന്താണെന്നുള്ളതാണ്. നമ്മള് വിശ്വാസ പ്രത്യുത്തരമാണെന്നൊക്കെ അവർ പറഞ്ഞല്ലോ നമ്മളോട്. അതാ കണ്ടത്. അപ്പൊ പറയുകയായിരുന്നു ഈ വിശ്വാസ പ്രത്യുത്തരം എന്ന് പറയുന്നത് നല്ലൊരു കുമ്പസാരം കഴിക്കുകയാണെന്ന് അവരെല്ലാരും പറഞ്ഞു ഇല്ലേ? അവരുടെ അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു. അതായത് ഞാൻ ഓർക്കായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലെ അടിമത്തം നിർത്തലാക്കിയ പ്രഖ്യാപനം നടത്തിയെന്നത് കൊണ്ട് അടിമത്തത്തിലുള്ളവരെല്ലാരും സ്വതന്ത്രരാകുമോ? അവര് സ്റ്റെപ്പ് എടുക്കണം. അല്ലാതെ എനിക്കിവിടെ നല്ല സുഖമാണ്, ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ് അവിടെ ഇരുന്നാല് ഷാജി പറഞ്ഞതുപോലെ ഞാൻ ഈ പള്ളിയിൽ പോകുന്നില്ല, കുമ്പസാരിക്കുന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞ് കിട്ടുന്നാൽ നമുക്ക് മോചനം കിട്ടുകയില്ല. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് എടുക്കണം. അതായത് ദൈവം കൃപയ്ക്ക് മേൽ കൃപ. നമ്മള് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, പാപം സെന്റ് പോൾ പറയുന്നുണ്ട്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ സമൃദ്ധിയായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് യേശുക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് എന്ന് പറഞ്ഞാൽ പരിഹാരം മുഴുവൻ ചെയ്ത് നമ്മളെ വീണ്ടെടുത്ത് കഴിഞ്ഞതാ, സ്വന്തമാക്കി. സ്വർഗത്തിൽ മുഴുവനുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈശോ പറഞ്ഞത്. ഈശോ വീണ്ടെടുത്ത് സ്വന്തമാക്കി വെച്ചിട്ട് ഇതാ നിങ്ങൾ ഇതൊന്ന് നിങ്ങളുടെ സ്വന്തമാക്ക എന്നാ സെയിന്റ് പോൾ ഒരിക്കൽ പറയുന്നുണ്ട്. യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കി, എന്നാൽ ആ സ്വന്തമാക്കലിനെ ഇനി ഞാൻ സ്വന്തമാക്കണം. അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന്, ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് കർത്താവായ ഈശോ മിശിഹായിലൂടെ
2000 കൊല്ലം മുമ്പ് നേടിയെടുത്ത കൈവന്നു കഴിഞ്ഞ രക്ഷ ഇന്ന് നമ്മളെ സ്വന്തമാക്കാൻ 2 പ്രത്യുത്തരം വേണമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ നമ്മൾ അടുത്തത് കേൾക്കും. ഇന്ന് വിശ്വാസ പ്രത്യുത്തരത്തെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ഒരു വലിയൊരു പ്രഖ്യാപനം അങ്ങ് നടത്തി. എല്ലാവരുടെയും കേരളത്തിലുള്ള സകലവരുടെയും കാർഷിക വായ്പകളെല്ലാം എഴുതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ്പകള് എഴുതി തള്ളപ്പെടുക. അതിനോട് പ്രത്യേകിച്ച് നമുക്കതിന്റെ ആ ഫലം നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ ഭാഗത്ത് നമ്മൾ പിന്നെ വില്ലേജ് ഓഫീസിൽ നമ്മുടെ കണക്കുകളെല്ലാം കാണിച്ച് അവിടെ നിന്ന് സർട്ടിഫൈ ചെയ്ത് ബാങ്കിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ക്ലിയറൻസ് കിട്ടുകയുള്ളൂ നമുക്ക്. ഇതുപോലെ ഈശോ പറഞ്ഞത് എന്താ? സ്വർഗത്തിന്റെ മുമ്പിലുള്ള എല്ലാ അധികാരവും എനിക്കാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അപ്പസ്തലന്മാരോട് പറഞ്ഞത്, ഈ നേരത്തെ പറഞ്ഞില്ല, മനുഷ്യപുത്രന്റെ ലോകത്തിൽ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരമുണ്ടെന്ന് ജീവിതകാലത്തും എല്ലാം കാണിച്ച് അവസാനവും കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുമോ അത് മോചിക്കപ്പെട്ടിരിക്കും എന്ന് ഉറപ്പ് പറഞ്ഞെങ്കിൽ മോചിക്കാനുള്ള അധികാരം ഏൽപ്പിച്ച സഭാ നേതൃത്വ വൈദികരുടെ മക്കള്, പുരോഹിതരുടെ മക്കള്, അധികാരമുള്ളവരുടെ മക്കൾ സന്ദേശിച്ച് പറഞ്ഞാലാ നമുക്ക് ആ മോചനം കിട്ടുക എന്നുള്ളത് മറക്കരുത്. അപ്പൊ ഇത് നമ്മളത് ഏറ്റുവാങ്ങാതെ നമ്മുടേതാവില്ല എന്നൊന്ന് സൂചിപ്പിക്കുകയാണ് ഇതിലൂടെ എല്ലാം ചെയ്തത്. അപ്പൊ ഈ ആഴ്ചയില് നമുക്കെല്ലാം പറഞ്ഞു എങ്ങനെയാ വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാം നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഒന്ന് ശരിക്ക് പശ്ചാത്താപത്തോടെ ഈശോ നമ്മുടെ പാപങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടി എന്നുള്ള ആ തിരിച്ചറിവിൽ നന്ദിയോടെ അതൊക്കെ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുന്നതാണ് കുമ്പസാരം എന്ന് ഓർത്തോണം. മിനി പറഞ്ഞപ്പോ പറഞ്ഞു ചെക്കെഴുതുന്ന പോലെയാണെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ കൊണ്ടുപോയി എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് പോലെയാണെന്ന്. അങ്ങനെ അത് നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ഈ അധികാരം കൊടുത്തിരിക്കുന്നവരിലൂടെ തന്നെയേ കിട്ടുകയുള്ളൂ എന്ന് പറയുകയായിരുന്നേ. അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ചയില് നന്നായിട്ടൊന്ന് ഒരുങ്ങി തമ്പുരാനെ നമുക്ക് നല്ല കൃപയായിട്ട് ഇത് ഈ ഒരു രക്ഷയുടെ അനുഭവം നമ്മുടെ സ്വന്തമാകണമെങ്കിൽ ഇത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നൊന്ന് സൂചിപ്പിക്കുകയാണ്. ശരിക്കും നമുക്ക് വീഴ്ച പറ്റിയെടുത്തില്ല. നമുക്കറിയാമല്ലോ, ആ കുരിശെ കിടന്നുകൊണ്ട് വലത്ത് വശത്ത് കിടന്ന കള്ളനെ നമ്മൾ നല്ല കള്ളൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. ആ മനുഷ്യനെ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ലേ, മറ്റേ കൂടെ മരിച്ച മറ്റേ കള്ളനോട് പറഞ്ഞിടാ നമ്മുടെ രണ്ടുപേരും ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാ, അപ്പോൾ ഞാൻ ഭാവിയാണെന്നുള്ളത് ഏറ്റു പറഞ്ഞതാ. എന്നിട്ട് ഈശോയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അങ്ങയുടെ രാജ്യത്തിൽ ചെല്ലുമ്പോൾ എന്നെ കൂടി ഒന്ന് ഓർക്കണം. ആഴമേറിയ ഒരു പശ്ചാത്താപവും ആ ഈശോയോട് ഈശോയെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിരുന്നു. ആ ഏറ്റുപറച്ചിൽ ഈശോ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായി. അതാണ് 1:9 നമ്മൾ കേട്ട് കഴിഞ്ഞതാ. ആകയാൽ പാപം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നുണ പറയുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ പാപങ്ങൾ ഏറ്റു പറയുമെങ്കിൽ അവിടുന്ന് വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ അനീതികളിൽ നമ്മളെ വീണ്ടെടുത്ത് വിശുദ്ധീകരിക്കാൻ അങ്ങേയറ്റം താല്പര്യത്തോടെ കാത്തിരിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് കർത്താവ് ക്ഷണിക്കുന്നത് സഭയിലൂടെ വൈദികരിലൂടെ നമുക്ക് ഈ ആഴ്ചയില് കടന്നു ചെല്ലാം. നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് എന്നിട്ട് നല്ലൊരു കുമ്പസാരം കഴിക്കാം. അതിന്റെ അനുഭവം ഇവരൊക്കെ പറഞ്ഞില്ലേ, എന്തോ ഒരു വലിയ അനുഭവമായിരുന്നെന്ന് നമുക്കുണ്ടാകാം. നേരം അച്ഛൻ കൊച്ചു പറയുമ്പോഴത്തേക്കും ബാക്കി നമുക്ക് പറഞ്ഞു തന്നോളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരാഴ്ചയിൽ നല്ലൊരു കുമ്പസാരം കഴിക്കാനുള്ള അവസരമാകട്ടെ, കൃപ ലഭിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്നായി ഒരുങ്ങി നല്ലൊരു കുമ്പസാരം കഴിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തുതി. ആമേൻ. താങ്ക് യു ചേച്ചി. സമാപന സന്ദേശത്തിനും പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ അച്ഛനെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മിസിയോ കുടുംബാംഗങ്ങളെ, തീർച്ചയായിട്ടും ഈശോയിലൂടെ കൈവന്ന രക്ഷ സ്വന്തമാക്കാനും അത് അനേകർക്ക് പകർന്നു കൊടുക്കാനുമുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, തന്നിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ ആള് പോലും നശിച്ചു പോകാൻ ഇടയാകരുത്.
എല്ലാവരും രക്ഷ പ്രാപിക്കണം. ഈ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണത്. ആ പദ്ധതി യേശു നമുക്കായി നേടിത്തന്നു. യേശു നേടിയ ആ രക്ഷ നമ്മൾ ഓരോരുത്തരും സ്വന്തമാക്കണമെന്ന് ഇപ്പൊ നമ്മൾ ശ്രമിച്ചല്ലോ വചനത്തിലൂടെ. നമ്മുടെ പാപങ്ങളോർത്ത് അനുതപിച്ച് ഈശോയെ രക്ഷകരും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ഈശോ നേടിയ രക്ഷ നമുക്ക് തീർച്ചയായിട്ടും സ്വന്തമാകും. അതിന് ഇവിടെ ഇന്ന് ക്ലാസ് എടുത്തു വരും, അതുപോലെ അലീസുടി ചേച്ചിയൊക്കെ പറഞ്ഞല്ലോ, സഭ നമുക്കായിട്ട് നൽകിയിരിക്കുന്ന കുമ്പസാരം എന്ന ആ വിശുദ്ധ കൂദാശയുണ്ട്. ഏറ്റവും യോഗ്യതയോടുകൂടി ആ കൂദാശ സ്വീകരിക്കാൻ ഇവിടെ പാപങ്ങളെല്ലാം അനുതാപത്തോടെ ദൈവസന്നദ്ധിയിൽ ഏറ്റുപറയാൻ നമുക്കിടയാകണം. നമുക്കറിയാം, അനുതാപം എന്ന് പറയുക സ്നേഹം ഉണരുന്നതാണ്. അനുതാപം എന്ന് പറയാറുണ്ട്. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം, ആ സ്നേഹത്തെക്കുറിച്ചെല്ലാം നമ്മൾ ശ്രവിച്ചു കഴിഞ്ഞതാണ്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ആ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ എന്നുള്ള ആ വലിയൊരു ദുഃഖം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് ധൂർത്തുപുത്രനെ പോലെ പിതാവിന്റെ സന്നദ്ധിയിലേക്ക് തിരികെ ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കുക. അങ്ങനെ നമ്മൾ തിരികെ ചെന്ന് കഴിയുമ്പോഴോ ഇരു കരങ്ങളിൽ നീട്ടി നമ്മൾ സ്വീകരിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് എന്ന് തിരിച്ചറിയണം. പൂർവ്വ കാര്യങ്ങൾ ഞാൻ അനുസ്മരിക്കില്ല, അതൊന്നും എന്റെ മനസ്സിലേക്ക് പോലും കടന്നു വരില്ല. എല്ലാം ക്ഷമിക്കുന്ന ഒരു ദൈവം. നിന്റെ പാപം കടും ചുവപ്പാണെങ്കിലും ഞാനത് മഞ്ഞ പോലെ വെണ്മയുള്ളതാക്കും, രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും എന്ന തമ്പുരാന്റെ ആ വലിയ ആ വാഗ്ദാനത്തിന് മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തമ്പുരാന്റെ മുൻപിൽ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കുമ്പസാരമെന്ന ആ കൂദാശ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് അനുതാപത്തോടെ നല്ലൊരു കുമ്പസാരം, ഹൃദയം നുറുങ്ങിയുള്ളൊരു കുമ്പസാരം, ഒരുപക്ഷെ കരയാനുള്ള വരം എന്നൊക്കെ പറയില്ലേ, തമ്പുരാന്റെ മുൻപില് കണ്ണുനീരൊഴുക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കൃപയായിട്ട് മാറും. അങ്ങനെ അനുതാപത്തോടെ കുമ്പസാര കൂദാശ സ്വീകരിച്ച് നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ വിശുദ്ധിയും പരിശുദ്ധിയും എല്ലാം തിരികെ ഏറ്റുവാകാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ല ദൈവമേ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായ മക്കളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈശോനാഥ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് അങ്ങയുടെ വചനം ശ്രവിച്ച് രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാനും ആ രക്ഷയുടെ അനുഭവം അനേകർക്ക് പങ്കുവയ്ക്കാനും ഈ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തരെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ ജീവിത പങ്കാളിയെ, ഇവരുടെ മക്കളെ, ഇവരുടെ സഹോദരങ്ങളെ, ഇവരോട് ബന്ധപ്പെടുന്ന എല്ലാവരെയും നിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നീ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ കുറവുകൾ, പോരായ്മകൾ എല്ലാം അങ്ങ് പരിഹരിക്കണമേ. നിന്റെ കൃപയാൽ ഇവരെ എല്ലാവരും നിറയ്ക്കണമേ. നിന്റെ ആത്മാവിന്റെ വലിയൊരു അഭിഷേകം ഈ മക്കൾക്ക് ഓരോരുത്തരും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. താങ്ക് യു. ഈശോ മിശിഹായ്ക്ക് ഈശോമിശിഹായ്ക്കും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സമാപന ഗാനത്തിനായി മിനു പൗലോസ് ചേച്ചിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി, കാതിൽ തിരുമൊഴി കേട്ടു, നീയൻ പൈതലല്ലേ, ആണിപ്പഴുതുള്ള കൈകളാൽ എന്നെ മാറോടു ചേർത്തണച്ചു, നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം. താങ്ക് യു മിനി ചേച്ചി.
ഇന്നത്തെ ഒരു ദിവസം അനുഗ്രഹപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പ്രത്യേക സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറയുന്നു. തുടക്കം മുതലേ ഈ സമയം വരെ നമ്മളെ നയിച്ച പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. ഈ ഒരു ദിവസം നമ്മളെടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ മാർഗദർശിയും മാർഗവുമായിട്ട് മാറട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.